മന്ത്രിയും യൂത്ത് കോൺഗ്രസ് നേതാവുമായ ഒ.ജെ. ജനീഷിനെ തൃശൂർ ഡി.സി.സി അവഗണിക്കുന്നതായി കോൺഗ്രസിനുള്ളിൽ പരാതി. സംഭവത്തിൽ പ്രതികരിച്ച യൂത്ത് കോൺഗ്രസ് നേതാവ് ഫർസീൻ മജീദ് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടു. കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് മന്ത്രിയായത് ഇനിയും തൃശൂർ ഡി.സി.സി അറിഞ്ഞിട്ടില്ലെന്നും അക്കാര്യം അംഗീകരിക്കാൻ പ്രയാസമുണ്ടാകുമെന്നും ഫർസീന്റെ ഫേസ്ബുക്ക് കുറിപ്പുണ്ട്. സാരംഗുണ്ട് വിവരങ്ങളുമായി. സാരംഗ്, തുറന്ന ഒരു വിമർശനമാണ് ഇപ്പോൾ ഈ യൂത്ത് കോൺഗ്രസ് നേതാവ് ഉന്നയിച്ചിരിക്കുന്നത്. ഇതിലെന്താണ് യാഥാർത്ഥ്യം? ാക്കാൻ സാധിച്ചിട്ടുണ്ട്. സംഭവത്തിൽ പ്രതികരണവുമായി എത്തിയത് യൂത്ത് കോൺഗ്രസ് നേതാവ് ഫസീർ മജീദാണ്. ഫേസ്ബുക്കിലൂടെയാണ് അദ്ദേഹം തന്റെ ഒരു കുറിപ്പ് എഴുതിയിട്ടത്. കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റും അതുപോലെ മന്ത്രിയുമായ ഒ.ജെ. ജനീഷിനെ ഇനിയും തൃശൂർ ഡി.സി.സി അറിഞ്ഞിട്ടില്ല. അതായത് തൃശൂർ ഡി.സി.സിക്ക് അത് അംഗീകരിക്കാൻ, ഒ.ജെ. ജനീഷ് മന്ത്രിയായത് അംഗീകരിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അക്കാര്യം അംഗീകരിക്കാൻ പ്രയാസമുണ്ടാവും, അത് സ്വാഭാവികമാണെന്നും അദ്ദേഹം ഈ ഫേസ്ബുക്ക് കുറിപ്പിൽ കുറിക്കുന്നുണ്ട്. ഗ്രാമപഞ്ചായത്ത് അസോസിയേഷന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട അനിൽ അക്കരയ്ക്കും ചേംബർ ഓഫ് മുനിസിപ്പൽ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട എം.പി. ജാക്സണും സ്വീകരണം നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഒരു തർക്കം ഉയർന്നു വന്നത്. ഈ സ്വീകരണത്തിന്റെ ഒരു ഫ്ലെക്സ് ബോർഡ് ഡി.സി.സിക്ക് മുന്നിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിൽ ബോധപൂർവം ജില്ലയിലെ മന്ത്രി കൂടിയായ ഒ.ജെ. ജനീഷിനെ ഒഴിവാക്കിയിരിക്കുന്നു എന്നാണ് അദ്ദേഹം വിമർശിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, മന്ത്രിയായ സണ്ണി ജോസഫ് തുടങ്ങിയ മറ്റ് ജില്ലയിലെ നേതാക്കളുടെ ചിത്രങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും മന്ത്രി ഒ.ജെ. ജനീഷിന്റെ ചിത്രം ബോധപൂർവം ഒഴിവാക്കി എന്നുള്ളതാണ്. എന്തായാലും ഈ മന്ത്രിയോടുള്ള അവഗണന ഇത് പൊതുവെ പ്രകടമാക്കേണ്ടതുണ്ടോ എന്നാണ് ഈ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് ഫസീർ മജീദ് തുറന്നടിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ചു നാളുകളായി ഇത്തരത്തിൽ ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വം മന്ത്രി ഒ.ജെ. ജനീഷിനെ പൊതുവെ അവഗണിക്കുന്നതായി പരാതി ഉയരുന്നുണ്ട്. കോൺഗ്രസിന്റെ പൊതുപരിപാടികളിൽ നിന്ന് ഒ.ജെ. ജനീഷിനെ ബോധപൂർവം മാറ്റി നിർത്തുന്നു എന്നതടക്കമുള്ള ചർച്ചകളാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഗ്രൂപ്പിൽ, ഔദ്യോഗികമായിട്ടുള്ള തൃശൂർ ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്നത്. വാട്സപ്പ് ഗ്രൂപ്പിലടക്കം ഈ പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ട് വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. നമുക്കറിയാം, ഡി.സി.സിയെ സംബന്ധിച്ചിടത്തോളം തൃശൂർ ഡി.സി.സി പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് എന്ന് പറയുന്നത് കടുത്ത കെ സി വേണുഗോപാൽ പക്ഷക്കാരനാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു സ്വാധീനമുള്ളത് കൊണ്ടാണ് ഈ മന്ത്രി ഒ.ജെ. ജനീഷിനെ ഒഴിവാക്കുന്നത് എന്നാണ് ആരോപണം ഉയർന്നു വരുന്നത്. സിന്ധൂരി.